വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ സാധാ വീട്ടിലൊക്കെ ചേർന്ന ഇല്ലേ, അപ്പോൾ ഇപ്പി ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പിയും 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കൂടെ നമുക്ക് ഉള്ളിയും പച്ചമുളകും കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റി എടുത്തിട്ട് വേണം അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് എന്തായാലും മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും വഴറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാ മുട്ട തോരനൊക്കെ വയ്ക്കത്തില്ലേ, അതുപോലെ ചെയ്തെടുക്കാനാണ് കേട്ടോ. ചിലർ ഇപ്പി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നേരിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ മുട്ട ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മുട്ട നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ സാധാ മുട്ടത്തോരനൊക്കെ വയ്ക്കുന്ന കണക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തോരനായിട്ട് വരുന്ന മുട്ട വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇപ്പി വേവിക്കാനായിട്ട്. ഞാൻ നന്നായിട്ട് മുട്ട ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് തോരൻ പോലെ ആവുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് വേണം നമ്മൾ മാറ്റാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം തോരനായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇപ്പി വേവിക്കാം. ഇപ്പി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പം വേണം ഇപ്പിയിലെ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇപ്പിയിലെ മസാല കൂടാതെ വീട്ടിൽ ചിലപ്പോൾ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന് ചേർക്കുന്നത് ഗരം മസാലയാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മസാലയെല്ലാം നന്നായിട്ട് ചേരണമല്ലോ. എന്നിട്ടാണ് അടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വരുമ്പം നമുക്കത് മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് കഴിക്കാം. ഇതെല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.